അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കർണാടകയിലാണ്. നമ്മുടെ ഷിമോഗ ജില്ലയിലെ നമ്മുടെ കവലൈദുർഗ ഫോർട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 9-ാം നൂറ്റാണ്ടിൽ പണിതൊരു കോട്ടയാണ്. അപ്പോൾ ഞങ്ങൾ നമ്മുടെ യാത്ര സഹായയുടെ ഗ്രൂപ്പിലൂടെയാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഗ്രൂപ്പ് ഒന്ന് തന്നെ നമ്മൾ തന്നെയാണ് അഡ്മിൻസൊക്കെ. ഇതിനെപ്പറ്റി ഒരു ചരിത്രപ്രധാനമുള്ളൊരു നല്ലൊരു പ്ലേസ് ആട്ടോ അത്, കവലൈദുർഗ ഫോർട്ട്. അപ്പോൾ 9-ാം നൂറ്റാണ്ടിൽ പണിതെന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് എൻട്രൻസ്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ വന്നു. ഇവിടെ ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ നല്ലൊരു ഇരിപ്പ് സ്ഥലമുണ്ട്, അതോടൊപ്പം ചെറിയൊരു കടയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഏത് ഹോട്ടലിലാണോ നിൽക്കുന്നത് അവിടെ നമ്മൾ ആഹാരം കഴിച്ചിട്ട് വേണം വരാൻ. ഇവിടെ 2-3 മണിക്കൂർ നമുക്ക് നടക്കാനുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ കടകളെ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ റൂമിൽ നിന്ന് തന്നെ കഴിച്ചിട്ട് വരണം. അപ്പോൾ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞാൽ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ മംഗലാപുരമാണ്. 146 കിലോമീറ്റർ ഉണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട്. പിന്നെ ഉടുപ്പി റെയിൽവേ സ്റ്റേഷൻ 87 കിലോമീറ്റർ. ഇനി നമുക്ക് ഫോർട്ടിന് അങ്ങോട്ട് പോയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മൾ എൻട്രൻസിൽ നിന്ന് കുറച്ച് ദൂരം നടന്നു വരുമ്പോൾ ഉണ്ടോ മനോഹരമായ കാഴ്ചകളാണ്. ഇപ്പോൾ അട്ടയൊക്കെ ഉണ്ട്. അങ്ങോട്ട് സാനിറ്റൈസറൊക്കെ കരുതണം. വരുമ്പോൾ നമുക്ക് കാണാൻ നല്ലൊരു തടാകമൊക്കെ ഉണ്ട് കണ്ടോ, ലേക്ക്. ചെറിയ ഷോപ്പുകളൊക്കെ കുറച്ചൊക്കെ അവിടെ കാണാൻ പറ്റും. അതല്ലാതെ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഉള്ള ഫെസിലിറ്റീസ് ഇവിടെ ഇല്ല. ഇപ്പോൾ വരുമ്പോൾ ഇതുപോലുള്ള നല്ല കാഴ്ചകൾ, തടാകവും ദൂരെ നമുക്ക് ഒരു നെൽപ്പാടം കൂടെ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിറങ്ങി പോകണം. ഇവിടെ അട്ടശല്യമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ കടയിൽ ചോദിച്ചപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴ പെയ്തിട്ട് അതുകൊണ്ട് അട്ട കുറവാണെന്ന് പറഞ്ഞു. ഇതൊക്കെ നല്ല മനോഹരമായ സ്ഥലം കേട്ടോ. അതുകൊണ്ട് ഒരു ഗ്രാമത്തിൻ്റെ ഉൾവീതിലേക്ക് പോകുന്ന പോലെ നല്ലൊരു ഫീലിംഗ്. പാടം നമ്മൾ ഇതൊക്കെ കണ്ടാണ് നമ്മുടെ കവലൈദുർഗ ഫോർട്ടിലേക്ക് പോകുന്നത്. നല്ല എക്സലൻ്റ്, വർണ്ണിക്കാൻ വാക്കുകളില്ല, അതുപോലത്തെ നല്ല അടിപൊളി സ്ഥലങ്ങളാട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നെൽപ്പാടത്തേക്ക് വന്നപ്പോൾ കുറച്ച് വെള്ളമെങ്കിലും നമ്മൾ പാലക്കാടിനെയൊക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചു പോയി കേട്ടോ. ഇത്ര മനോഹരമായ കാഴ്ചകളാണ്. നോക്കി, ഞാറൊക്കെ നട്ട് ഇപ്പോൾ നല്ല ഇളതായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ പോകുന്നുണ്ടോ, അതിൽ നമ്മുടെ ടീമുകളും ഉണ്ട്, ഒത്തിരി പേരുണ്ട് കേട്ടോ അവിടെ. എല്ലാവരും നല്ല രാവിലെ തന്നെ നല്ല ഫുൾ എനർജിയിലാണ്. കൂടുതലും പേര് ഇന്നലെ നമ്മളൊക്കെ ഇന്നലെ കിടന്ന് വണ്ടിയൊക്കെ കിടന്നൊക്കെ അലറി വിളിച്ചതിൻ്റെയൊക്കെ ത്രോട്ടിൻ്റെയൊക്കെ ഒരു ഒച്ച കുറവുണ്ട്. അവരാജ് സൂപ്പറാണ്. ഇപ്പോൾ നമ്മുടെ കവലൈദുർഗ ഫോർട്ടിലേക്ക് കയറി പോകുന്ന വഴി എത്തിയിട്ടുണ്ട്. നല്ല സൂപ്പർ വഴിയുണ്ട്, കല്ലൊക്കെ പാകി അടിപൊളി സ്ഥലം. ഒരു വെയിലേക്ക് ചാടി വേണം നമ്മൾ അകത്തോട്ട് പോകാൻ. അത്യാവശ്യം നടക്കാനൊക്കെ ഉണ്ട് കേട്ടോ. രാവിലെ ഒരു ട്രക്കിങ് ഇപ്പോൾ 2-3 മണിക്കൂർ എടുത്ത് നമ്മൾ പോയിട്ട് വരാം. നാളിപ്പോൾ സമയം 10:06, ഒരു 12:30 ആവും തിരിച്ച് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തെടുത്തിട്ട് വരുമ്പോൾ. അത്രയ്ക്കും ദൂരമുണ്ട് നടക്കാനായിട്ട്. നല്ല മനോഹരമായ വഴി കേട്ടോ. ഒഴിഞ്ഞു കിടക്കുന്ന മരങ്ങളും, പക്ഷേ നല്ലൊരു കൂൾ ക്ലൈമറ്റ്, നല്ല ശരീരത്തിന് നല്ല ഈ തണുപ്പാണ് അടിക്കുന്നത് നമ്മളെ. ഇപ്പോൾ ഈ ഒരു മലമുകളിലേക്കൊക്കെ പോകാൻ സൂപ്പറാണ്. പക്ഷെ നമ്മളിപ്പോൾ പോകുന്നില്ല, മഴയൊക്കെ പെയ്യുമ്പോൾ നല്ലപോലെ വെള്ളം ഒഴിച്ച് വരുന്ന ഒരു നീർച്ചാലാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചധികം ദൂരം പിന്നിട്ട് വന്നു. നമ്മുടെ ആളുകളെല്ലാം കൂടെ ഉണ്ട്. ഇനി നമ്മുടെ ഫോർട്ടിലേക്ക് കയറേണ്ട മറ്റൊരു ടേണാണിത്.
ഇനിയിപ്പോൾ നമ്മുടെ വഴിയൊക്കെ ഇച്ചിരിയോടെ ദുർഘടമായിട്ട് മാറി. കണ്ടാ, ശരിക്കും പറഞ്ഞാൽ ഒരു നടപ്പാത മാത്രമേ ഉള്ളൂ. ഒരാളിങ്ങനെ ഒളിച്ചു പോകുന്നുണ്ടോ? നമ്മുടെ കൂടെ ഉള്ള ടീച്ചറാണ്, നിഷ ടീച്ചർ. ആസ്വദിച്ച് പോവല്ലേ? ഈ കാഴ്ചകളൊക്കെ അതിഗംഭീരമാണ്. ഇതൊക്കെ നമ്മൾ കാണാത്തൊരു കാഴ്ച. കാണുമ്പോൾ ഉള്ളൊരു പ്രത്യേക ഒരു ഫീലിംഗ് എനിക്കിപ്പോൾ വാക്കുകൾ കിട്ടുന്നില്ല പറയാനായിട്ട്. അതൊരു ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ ഏറ്റവും ഞാൻ നോക്കുന്നു. ഡിഫറെൻ്റ് ആയിട്ടുള്ള സത്രങ്ങളും കോട്ടകളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു നല്ലൊരു വ്യത്യസ്തമായൊരു ജില്ലയാണെന്ന് തോന്നുന്നു നമ്മുടെ ഈ ഒരു ഷിമോഗ ജില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ കാണാൻ പോയതൊക്കെ ഷിമോഗ ജില്ലയിലെ ഒരു തീർത്ഥ സ്ഥലങ്ങളൊക്കെയാണ്. പിന്നെ കുറേയൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ നല്ല ക്ഷേത്രങ്ങളൊക്കെയാണ്. അപ്പോൾ ക്ഷേത്രങ്ങളിലൊന്നും നമുക്ക് ക്യാമറ അലൗഡല്ലോ. അപ്പോൾ അതൊക്കെ നേരിട്ട് കാണാനും കയറി ആസ്വദിക്കാനൊക്കെ നമുക്ക് സാധിച്ചുള്ളൂ. പക്ഷേ ക്യാമറ കയറ്റാനായിട്ട് പെർമിഷൻ ഉള്ളിടത്ത് നമ്മൾ പേയ്മെൻ്റ് അടച്ച് കയറിയിട്ടുണ്ട്. പക്ഷേ എല്ലായിടത്തും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതൊരു നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ യാത്ര പോകുമ്പോൾ നമുക്ക് ആസ്വദിക്കാനേ പറ്റുള്ളൂ. അത് ക്യാമറ കണ്ണുകളിൽ പോലും പകർത്താൻ സാധ്യമല്ല. അപ്പോൾ അതാ നമുക്കവിടെ കവലായി ദുർഗ ഫോർട്ട് നമുക്ക് ദൃശ്യമായി തുടങ്ങിയിട്ടുണ്ട്. ഇത് പഴയ കാലത്തൊക്കെ പാകി വെച്ച കല്ലുകൾ കണ്ടോ, എത്ര ഇപ്പോഴും ഇരിപ്പുണ്ട്. കണ്ടോ, കുറേയൊക്കെ നമുക്ക് വഴികൾ ദുർഘടമാണെങ്കിലും നമുക്കിപ്പോൾ ആസ്വദിച്ച് കയറാൻ സാധ്യത കേട്ടോ. ഇപ്പോൾ ധൃതിയുള്ളത് കൊണ്ടും സമയക്കുറവുള്ളതുകൊണ്ടും ഞങ്ങൾ മാക്സിമം വേഗം നടന്നുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊരു കഥപ്പ്. ഞങ്ങൾ ഏകദേശം 24 മെമ്പേഴ്സുണ്ട്. അപ്പോൾ ഇതുപോലെ ഞങ്ങൾക്ക് എല്ലാ മാസവും നമ്മൾ എല്ലാവരും കൂടെ കൂടി ഇതുപോലെയുള്ള ഓരോ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാം. അപ്പോൾ കോണ്ടാക്ട് ചെയ്താൽ മതി. അതിനുള്ള ഫെസിലിറ്റീസൊക്കെ നമ്മൾ ചെയ്തു തരാം. നോക്കി എന്ത് മനോഹരമാണ് നോക്കി. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തതാണ് നമ്മുടെ മഞ്ജു ടീച്ചർ. സ്ഥലം എവിടെയാണ് ടീച്ചറെ? ഞാൻ കാഞ്ഞങ്ങാടാണ്. കാഞ്ഞങ്ങാട്. അപ്പോൾ ആർട്സ് ആൻഡ് സയൻസിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ, ഞാൻ ഭയങ്കര ഹാപ്പി. ഓക്കെ താങ്ക് യു. അപ്പോൾ നമ്മുടെ മെയിൻ അഡ്മിൻ മനുവാണ് ആടിയത് കൊണ്ടുവന്നത്. മനു നല്ല കോർഡിനേറ്ററാണ്. എല്ലാവരുടെയും മൈൻഡ് അറിഞ്ഞ് ഡിഫറെൻ്റ് ഏജിലുള്ള ആൾക്കാരാണ്. അതെ, കുഞ്ഞു പിള്ളേർ വരെ നമുക്കുണ്ട്. അതാണ്, കുട്ടികളോട്ട് പ്രായഭേദമന്യേ എല്ലാവരും ഉണ്ട്. അതെ, ആമയൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ കൊച്ചു ഇപ്പം 4ാമത്തെ ട്രിപ്പാണ് നമ്മളോടൊപ്പം. എല്ലാവരും നിങ്ങൾ കൺസേൺ ചെയ്യുന്നു, പരിഗണിക്കുന്നു എന്നുള്ളതില്ല. അതെ. അപ്പോൾ ഇതാണ് നമ്മുടെ കവലായി ദുർഗ ഫോർട്ട്. അപ്പോൾ ഇനി അകത്ത് കയറി നമ്മൾ ഇനി അകത്ത് കയറി ഫോട്ടോസ് കാര്യങ്ങൾ വീഡിയോസൊക്കെ എടുക്കണം. എത്ര വലിപ്പമുള്ള കല്ലുകൾ പാകിയിട്ടാണെന്നറിയാമോ ഈ ഒരു കവാടം നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ കാലക്രമേണ ഇത് ഒരുപാട് നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. ഇതുണ്ടോ, കല്ലൊക്കെ കെട്ടിയിരുന്നതൊക്കെ മഴ സമയത്തൊക്കെ ഒലിച്ചു വീണാണ്. എങ്കിലും മാക്സിമം ഇത് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ അതൊരു സംശയം തന്നെയാണ്. എന്നിരുന്നാലും കുറച്ചുകൂടി നമുക്ക് വരും തലമുറകൾക്കൊക്കെ ഇത് കാണാനും എന്നെപ്പോലുള്ളവർക്കൊക്കെ കാണാൻ സാധിച്ചു. അത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. കാരണം നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ, അതായത് അച്ഛൻ്റെയും കാലത്തൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു രീതികൾ, അതിന് എത്ര തലമുറകൾ മുമ്പോട്ട് വന്നതിന് ശേഷമാണ് ഇത്രയും പോയേക്കുന്നതെന്ന് അറിയാം. എന്തായാലും നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഷിമോഗ ജില്ലയിൽ. ഇതൊക്കെ ലോക്ക് ചെയ്തേക്കാണ്. ഇതിനുള്ളിലൊക്കെ കോട്ടയ്ക്കുള്ളിലേക്ക് കടന്നു പോകേണ്ട സ്ഥലങ്ങളാണ്. താണ്ട് എഴുതിയേക്കുന്നു കവലായി ദുർഗ ഫോർട്ട്. ഈ കൽത്തൂണുകളൊക്കെ എത്ര ഭംഗിയാന്ന് നോക്കി. കൊത്തുപണികളാൽ നിർമ്മിച്ചിരിക്കുന്ന അതിമനോഹരമായൊരു വർക്കാണ് കേട്ടോ. അപ്പോൾ ഈ കോട്ടയുടെ ഈ ഭാഗങ്ങളിലൊക്കെയാണ് ഈ കാവൽക്കാരൊക്കെ നിൽക്കുന്നു, വാച്ച് ചെയ്യുന്നതൊക്കെ ഈ ചുറ്റിലും. അപ്പോൾ മെയിനായിട്ടുള്ള കോട്ട ഫോർട്ട് ഉള്ളിലോട്ടാണ് പോകുന്നത്.
ഇതാണ് എൻട്രൻസ്. അതുകൊണ്ട് ഒരു കല്ല് ഇളക്കി മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇതിലെ വർക്ക് തന്നെ നോക്കി എത്ര ക്ലിയറാണ്, ഭംഗിയാണ്, ഷാർപ്പുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു എടുത്തു പറയേണ്ടതായ ഒരു പ്രത്യേകത. കോട്ടയുടെ എൻട്രൻസിൽ കൂടെ കുറച്ച് ആദ്യം കയറി പിന്നെ കുറച്ചുകൂടെ പോയി അത് നല്ല ഉള്ളിലേക്ക് ഇനിയും പോകണം, എങ്കിലേ ഇതിൻ്റെ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ ഞാൻ മുകളിൽ ചെന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പോൾ അകത്തേക്ക് പോകാൻ ഈ കാഴ്ചകൾ കാണാനൊക്കെയാണ് മാക്സിമം നോക്കുന്നത്. ഇതൊക്കെ എൻ്റെ അകത്തേക്കുള്ള വഴികളാണ്. ഓ ഈ കൽത്തൂണുകളൊക്കെ എത്ര ഭംഗിയാണ് നോക്കി. സെറ്റ് ശരിക്കൊരു കോട്ടയുടെ ഒരു ഫീൽ ഇപ്പോഴാണ് കിട്ടുന്നത്. എത്ര മാത്രം ഉള്ളിലാണ് കൊട്ടാരം ഈ കോട്ടയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്നതെന്ന് മനസ്സിലാകും കേട്ടോ. ഇപ്പോൾ കവലദുർഗ എന്ന് പറഞ്ഞാൽ 9-ാം നൂറ്റാണ്ടിലെ പണിതൊരു കോട്ടയെന്ന് മുമ്പ് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഷിമോഗ തീർത്ഥഹള്ളിയിലാണ് ഇതുള്ളത്. തീർത്ഥഹള്ളിയിൽ നിന്ന് 18 കിലോമീറ്റർ, അതായത് 11 മൈൽ ഉള്ളിലോട്ട് വരണം. ഇപ്പോൾ കോലാടി രാജ്യത്തിൻ്റെ 4ാമത്തെയും അവസാനത്തെയും തലസ്ഥാനമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്ന കവലദുർഗ കോട്ട. 1499 മുതൽ കോലാടി നായകന്മാരുടെ ഭരണത്തിന് കീഴിലായിരുന്ന ഈ കോട്ട പിന്നീട് 1565 സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് ശേഷമാണ് ഇതിവിടെ ഉള്ളവർക്ക് സ്വാതന്ത്ര്യം ഉറപ്പിച്ചത്. അപ്പോൾ ഉപരോധങ്ങൾ സഹിച്ചുകൊണ്ട് 1677 ചെന്നമ്മ രാജ്ഞി, 1869 മറാത്ത രാജകുമാരൻ രാജാറാം തുടങ്ങിയ വ്യക്തികൾക്ക് അഭയസ്ഥാനമായി ഇത് പ്രവർത്തിച്ചു ഒന്നാണ്. അപ്പോൾ ഈ കോട്ടയുടെയൊക്കെ നമ്മൾ കയറി വന്ന ഭാഗം ഇതാട്ടോ. ഇതാണ് നമ്മുടെ കവലദുർഗ കോട്ടയ്ക്കുള്ളിലെ കാഴ്ചകൾ. ഇനി മുകളിലേക്കൊരു കോട്ടയം കൂടെ ഉണ്ട്. അപ്പോൾ നമുക്കിതാണ് എൻട്രൻസ്, മെയിനായിട്ട് നമ്മുടെ കൊട്ടാരത്തിലേക്കുള്ള. കൊത്തുപണികളൊക്കെ കണ്ടോ, യാഗത്തളവും ഒക്കെ കാണാൻ എത്ര മനോഹരമായിരിക്കുന്നുണ്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു രാജാക്കന്മാരുടെ കാലത്തുള്ള ആ ഒരു വർക്കുകളൊക്കെ വക്കായിട്ട് ഇതുണ്ട്. ഇത് ഇവിടെ ശിവനാണ് പ്രതിഷ്ഠ. പണ്ടത്തെ യുദ്ധത്തിൽ ശിവന്റെ മുമ്പിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പണ്ടത്തെ യുദ്ധത്തിൽ ഈ നന്ദീനെ തകർത്തു. അതാണിത്. ഇതൊരു ചെറിയ ക്ഷേത്രമാണ്. അകത്തളങ്ങളിലൊക്കെ സെറ്റ് ആർട്ട് വർക്കുകളൊക്കെ കാണാം. ഇപ്പോൾ സഞ്ചാരികൾക്ക് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ്. ഇത് കണ്ടോ, ഓരോരോ ആർട്ട് വർക്കുകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ കണ്ടോ, യുദ്ധത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ. ഇത് കുതിരപ്പുറത്ത് പോകുന്ന ഓരോരോ കാര്യങ്ങൾ. അപ്പോൾ ഇതിവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഹിസ്റ്ററി അറിഞ്ഞിട്ടേ വരാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കാണാനൊക്കെ ആയിട്ട് വന്നതാണ്. ഇതൊക്കെ കണ്ടോ വർക്കുകളൊക്കെ. തീർത്തും പറഞ്ഞാൽ ഒരു ഡോക്യുമെൻ്ററി സെറ്റപ്പിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ എത്ര പഠിച്ചാലും തീരില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ഈ ഒരു ഫോട്ടോയിൽ നിന്ന് നമുക്ക് കിട്ടണം. അപ്പോൾ മുകളിലൊന്നും ഉണ്ടോ ഒരു കോട്ടയുണ്ട്, ഉണ്ടോ, സെറ്റല്ലേ. അപ്പോൾ നമുക്ക് മുകളിലൂടെ ഒന്ന് പോയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ക്ഷേത്രം കണ്ടതിന് ശേഷം നമ്മൾ ജെയിൻ ടെമ്പിളിലോട്ട് കയറുമ്പോൾ നമുക്കിവിടെ ഒരു പഴയകാലത്തെ വാട്ടർ സിസ്റ്റം കാണാൻ പറ്റും. പഴയകാല ടാങ്കാണ് ഇതുണ്ടോ. ഇതെല്ലാം ഉണ്ടോ. അപ്പോൾ ഇവിടെ കുടിവെള്ളവും വെള്ളങ്ങളൊക്കെ സംഭരിക്കുന്ന ഒരു ടാങ്ക് കേട്ടോ. ഒറ്റക്കല്ലിലൊക്കെ അല്ലെങ്കിൽ വലിയൊരു കല്ലിൽ കൊത്തിയെടുത്ത് സെറ്റ് ചെയ്തേക്കുന്നതാണ് ഈ പാറ കുഴിച്ചിട്ട്. മുകളിലേക്ക് വരുമ്പോഴുള്ള ഒരു കാഴ്ച കണ്ടോ. ഇനി നമ്മൾ ഈ പാറയാണ് ഇങ്ങനെ വലിഞ്ഞ് കയറേണ്ടത്. അപ്പോൾ നമ്മൾ താഴത്തെ അമ്പലമൊക്കെ കണ്ട് ഏറ്റവും മുകളിൽ വന്നു. അപ്പോൾ ഇവിടെ ഒരു ജൈന ടെമ്പിളാണ്. അപ്പോൾ ഏറ്റവും മുകളിൽ കുറേ ഭാഗമൊക്കെ പോയിട്ടുണ്ട്, കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രതിഷ്ഠ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ശിവൻ്റെയും പാർവതിയുടെയും ഒരു പ്രതിഷ്ഠയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കാഴ്ചകളുണ്ട്. നമുക്കൊരു ചെറിയ ഭാഗം കൂടെ അപ്പുറം ഒരു കോട്ട കൂടിയുണ്ട്, പാലസ് കൊട്ടാരമെന്ന് തോന്നുന്നു. അതും കൂടെ ഒന്ന് കാണാനായിട്ട് പോകട്ടോ. നമ്മൾ 2 ശിവക്ഷേത്രങ്ങളും കണ്ടു. അപ്പോൾ മുകളിലും പോയി താഴെ നിന്ന് കണ്ടു. ഇനി ഒരു കൊട്ടാരമാണെന്ന് തോന്നുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പോകണം.
അപ്പോൾ നമ്മൾ ആ താഴത്തെ വഴി നമ്മൾ ആദ്യത്തെ ശിവക്ഷേത്രത്തിൻ്റെ അവിടെ നിന്നുള്ള ആ ഒരു വഴിയുണ്ട്, ഒരു മൺവഴി കല്ലൊക്കെ പോയി, അതിൽ തന്നെ നമ്മളിങ്ങനെ മുമ്പോട്ട് കുറച്ച് ദൂരം പോകാം. തേക്ക് മരങ്ങളും കാട്ടുമരങ്ങളും എല്ലാം കൂടിച്ചേർന്നൊരു നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ് ഇങ്ങോട്ട് വരുമ്പോൾ. ഇതാണ് നമ്മുടെ ഇപ്പോൾ കണ്ടിട്ടിറങ്ങി വന്ന ജൈനക്ഷേത്രം. ഇപ്പോൾ കവലൈ ദുർഗ ഫോർട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മൂന്നാമത്തെ ഒരു സ്പോട്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ടീച്ചർമാർ അല്ലിയേട്ടൻ എല്ലാം ഉണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ നമ്മുടെ ഒരു എൻ്റെ ടീമിൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ 6ാമത്തെ സ്പോട്ടാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ടായിട്ട് കാണാം കേട്ടോ, ക്ഷേത്രക്കുളവും. അതുപോലെ തന്നെ അങ്ങനെ വേണമെങ്കിലും പറയാം, കൊട്ടാരത്തിലെ കുളമാണ്. അതിൻ്റെ ഒരു അവശിഷ്ടങ്ങൾ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടുരാജ്യങ്ങളുടെയൊക്കെ ഒരു ശരിക്ക് ഭംഗിയൊക്കെ നമ്മളിവിടെ വന്നാൽ ചിലപ്പോൾ ഒരു കണ്ണടച്ചിരുന്ന് നമ്മൾ ധ്യാനത്തിലോടെ ഇരിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് സങ്കല്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ശരിക്കും നമുക്കിവിടെ ഒരു വസിച്ചിരുന്നവരെയൊക്കെ നമുക്ക് ഒരു സാങ്കല്പികമായിട്ടെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് വരും. ആ ഒരു കല്ല് അട്ടി പാകിയിരിക്കുന്നുണ്ടോ, ആ ഒരു ഭാഗങ്ങളൊക്കെ തന്നെയാണ് ഏറ്റവും ഇതിനകത്ത് പറയത്തക്ക കാര്യം. ഇപ്പോൾ വെള്ളമൊന്നുമില്ല, വെള്ളം പറ്റി, പക്ഷേ ഉറവയുണ്ട്. ആ ഒരു കാലഘട്ടത്തിലേക്കുള്ള ആ ഒരു നീരൊഴുക്കിൻ്റെ കാര്യങ്ങളും ഒക്കെ എത്ര നമുക്കിവിടെ നിന്ന് വർണ്ണിച്ചാലും മതി വരില്ല. കാരണം കണ്ട് ആസ്വദിക്കേണ്ടത് കണ്ട് തന്നെ നമ്മൾ ആസ്വദിക്കണം. അപ്പോൾ മുകളിലേക്ക് നമുക്കൊന്നുകൂടെ പോകാം. മുകളിലോട്ട് കയറി വരുമ്പോൾ നമുക്ക് കാണുന്നതാണ് നമ്മുടെ നന്ദികേശൻ്റെ ഒരു രൂപം ഉണ്ടോ. അപ്പോൾ നമ്മൾ മുമ്പോട്ട് മതി കോട്ടയുടെ ഫോർട്ടിൻ്റെ ഉൾഭാഗം കൂടെ ഇതോടെ കണ്ട് നമ്മൾ മടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റത്തെ പോയിൻ്റാണ് ഫോർട്ടിലെ. ഞങ്ങൾ എൻട്രൻസ് എത്തി, ഇനി കയറുകയാണ്. അപ്പോൾ ഈ ഒരു അകത്തേക്ക് കടക്കുന്ന ഭാഗങ്ങളാണ് നിറയെ കൊത്തുപണികളും ഉണ്ട്. ഇതിൻ്റെ ഒന്നും ഹിസ്റ്ററി പൂർണ്ണമായിട്ട് അറിയില്ലെങ്കിലും അറിയാമെന്ന് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പിലൊക്കെ ഓരോ മരങ്ങളും കാര്യങ്ങളും ഉള്ള പോലെ ഉണ്ടായിരുന്നു ഉണ്ടോ. കൽത്തൂണുകളൊക്കെ നിറയെ ഇവിടെ കാണാൻ സാധിക്കും. സെറ്റല്ലേ. അകത്തളത്തിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ചകളുണ്ടോ, എല്ലാം പില്ലേഴ്സ് എല്ലാം കണ്ടോ പോയി കിടക്കുന്നുണ്ടോ. കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷേ ഇതൊക്കെ ഒരു കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇതെല്ലാം കണ്ടോ ഒരു തീർത്തും പറഞ്ഞാൽ ഇതൊക്കെ ഇതുണ്ടോ ഇവിടെ നിന്നൊക്കെ അടന്ന് വീണ് പോയതാണിത്. അപ്പോൾ ഈ കോട്ടയ്ക്കുള്ളിലേക്ക് വരുമ്പോൾ ഉള്ള കാഴ്ചകൾ ഇത്ര ഭംഗിയാട്ടോ. ഇതൊക്കെ ഒരു വളരെ ഈ പില്ലേഴ്സ് കാണുമ്പോൾ തന്നെ ഒരു പഴയ കാലം തൊട്ട് മുമ്പ് ഞാൻ ആ നമ്മുടെ ക്ഷേത്രക്കുളത്തിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ കൊട്ടാരത്തിലെ ആ കുളങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല, പക്ഷേ കിടു സ്പോട്ടുകളാണ്. ഇതാണ് കവലൈ ദുർഗ ഫോർട്ട്. ഇതിൻ്റെ ഒരു എൻ്റെയറായിട്ടുള്ള കാഴ്ചകൾ നമുക്കിവിടെ നിന്ന് കാണാം. അത് ഇതുണ്ടോ എൻ്റെ ഞാനത് പിടിക്കുന്നപ്പോൾ കണ്ടോ, അതുകൊണ്ടോ ആ ഒരു ഷേപ്പ് നോക്കിയത്. ഇതൊക്കെ ഓരോ ലോക്കാണ് ഫോർട്ട്. അപ്പോൾ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കവലൈ ദുർഗ ഫോർട്ടിൽ നിന്ന് നമുക്ക് മുകളിലേക്കൊരു വഴിയുണ്ട്, അതിലെങ്ങനെയാ നോക്കട്ടെ കേട്ടോ. മനോഹരം. അപ്പം നമ്മുടെ കവലൈ ദുർഗ ഫോർട്ടിൻ്റെ ഒരു കുളം കൂടിയാണ് ഇതെല്ലാം. ഈ കവലൈ ദുർഗ ക്ഷേത്രത്തിൻ്റെ അതോടൊപ്പം തന്നെ ഈ കോട്ടയുടെ ഭാഗങ്ങളാണ്. അപ്പോൾ കൊട്ടാര സംബന്ധമായിട്ടുള്ള ചരിത്രപ്രധാനമായ സ്ഥലങ്ങളാണ് ഇത്. അപ്പോൾ നമുക്ക് ഈ ഒരു മനോഹരമായ കാഴ്ച കണ്ട് നമുക്ക് ഇവിടുന്ന് കവലൈ ദുർഗയിൽ നിന്ന് നമുക്ക് ഇവിടെ പറയാം. ഇനി അടുത്ത സ്ഥലത്തേക്കാണ് പോകുന്നത്. ഓക്കേ.